വിശുദ്ധ യൗസേപ്പിതാവിന്റെ പ്രതിഷ്ഠ 3-ാം ദിവസം. അനുസരണത്തിന്റെ മാതൃകയായ യൗസേപ്പ്. ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. മത്തായി 1:24. ധ്യാനം. വിലയേറിയ ഒരു മൂല്യമാണ് അനുസരണം. സ്വന്തം ഇഷ്ടത്തെ മാറ്റി നിർത്തി മറ്റൊരാളുടെ ഇഷ്ടത്തിന് കീഴ്വഴങ്ങാൻ ദൈവകൃപ കൂടിയേ തീരൂ. നാം വിശ്വാസമർപ്പിക്കുന്നവരെ നമുക്ക് അനുസരിക്കാനാകും. യൗസേപ്പ് ദൈവത്തിൽ അർപ്പിച്ച വിശ്വാസം വളരെ ഉന്നതമായിരുന്നു. അതിനാൽ ചോദ്യം ചെയ്യാതെ ദൈവത്തിന്റെ വാക്കുകളെ അനുസരിക്കാൻ കഴിഞ്ഞു. ജീവിത വഴികളിൽ ഈ മൂല്യം നമുക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജീവിതത്തിന്റെ അവസാന സമയത്തും നമുക്കതിന് ആകില്ല. ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാൻ പഠിച്ചതിനാൽ സ്വപ്നങ്ങളിൽ ദൈവം നൽകിയ നിർദ്ദേശങ്ങളെ ഗൗരവമായി എടുക്കാൻ വിശുദ്ധ യൗസേപ്പിന് കഴിഞ്ഞു. ആദി മാതാപിതാക്കൾക്ക് ദൈവം എല്ലാം നൽകിയിരുന്നു. പറുദീസയിൽ എല്ലാ ഫലങ്ങളും സന്തോഷത്തോടെ ആസ്വദിക്കണമെങ്കിൽ ഒരു ഫലം മാത്രം ഭക്ഷിക്കരുത്, അത് ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും. എന്നാൽ ദൈവത്തിന്റെ വാക്കിനെ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞാണ് പിശാച് പ്രത്യക്ഷപ്പെട്ടത്. തോട്ടത്തിലെ ഒരു വൃക്ഷത്തിന്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? ഈ ചോദ്യം ഉയർത്തിയാണ് കൗശലക്കാരനായ സർപ്പം മനുഷ്യനെ വഞ്ചിച്ചത്. ദൈവം വിശ്വസിക്കാൻ കൊള്ളാത്തവനും മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ മാനിക്കാത്തവനും ആണെന്ന് ആക്കിത്തീർത്തു. മാത്രമല്ല, ദൈവത്തെ നുണയനാക്കിക്കൊണ്ട് നുണയുടെ പിതാവ് ദൈവവുമായി. പിശാച് സ്വാതന്ത്ര്യം തരുന്നവനും ദൈവം കാർക്കശ്യക്കാരനുമായി. ഓ വിശ്വസ്തനായ വിശുദ്ധ യൗസേപ്പേ, നീ ദൈവത്തെ എത്രയോ മാനിച്ചിരുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ആദി മാതാപിതാക്കൾ അവിശ്വസിച്ചു, ഈശോയുടെ മാതാപിതാക്കൾ വിശ്വസിച്ചു. ദൈവിക സന്ദേശങ്ങളെ എത്രയോ ഗൗരവത്തോടെയാണ് നീ സ്വീകരിച്ചത്. ദൈവകൽപ്പനകൾ പാലിക്കുന്നതിൽ നിഷ്ഠയുള്ള ഹൃദയം നിനക്കുണ്ടായിരുന്നതുകൊണ്ടാണല്ലോ നിദ്രയിൽ കിട്ടുന്ന സന്ദേശങ്ങളെ അനുസരിക്കാൻ നിനക്കായത്. 4 പ്രാവശ്യം ദൈവദൂതരിലൂടെ ദൈവം വിശുദ്ധ യൗസേപ്പിനോട് സംസാരിച്ചതായി കാണുന്നു. മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ പറഞ്ഞുകൊണ്ട്, ഈജിപ്തിലേക്ക് കുഞ്ഞിനെയും അമ്മയും കൂട്ടി ഓടി രക്ഷപ്പെടാൻ നിർദ്ദേശിച്ചുകൊണ്ട്, ഇസ്രായേലിലേക്ക് മടങ്ങി വരാൻ കൽപ്പിച്ചുകൊണ്ട്, നസ്രത്തിൽ ചെന്ന് പാർക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട്. ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ വിശുദ്ധ യൗസേപ്പ് ഹൃദയത്തിൽ സ്വീകരിച്ചു. അനുസരണം സ്നേഹപൂർവമായ കീഴ്വഴങ്ങൽ അല്ലാതെ മറ്റെന്താണ്? അതിലൂടെ മാത്രമേ ദൈവത്തിന്റെ സ്വന്തമാകാൻ കഴിയൂ. ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസത്തിൽ മാത്രമേ ദൈവകൽപ്പനകളും സന്ദേശങ്ങളും സ്നേഹത്തോടെ അനുസരിക്കാൻ കഴിയൂ. ഈശോ നസ്രത്തിൽ രഹസ്യ ജീവിതത്തിനിടയിൽ അപ്പായുടെ കീഴിലിരുന്ന് ഒരുപാട് പഠിച്ചു. അനുസരിക്കാനും സ്വീകരിക്കാനും യൗസേപ്പ് അവനെ അഭ്യസിപ്പിച്ചു. ഗെത്സമനിൽ ദൈവഹിതത്തിന് കീഴ്വഴങ്ങാനും മരണത്തോളം അനുസരിക്കുവാനും എളുപ്പം ഈശോയ്ക്ക് കഴിഞ്ഞു എന്നോർക്കുക. ദൈവിക നിയമങ്ങളും സഭയുടെ പ്രമാണങ്ങളും എല്ലാം സ്വാതന്ത്ര്യത്തെ ചൊല്ലി തട്ടിമാറ്റുന്ന ഈ കാലത്ത് വിശുദ്ധ യൗസേപ്പിൽ നമുക്ക് അഭയം പ്രാപിക്കാം. യൗസേപ്പ് നല്ലൊരു അപ്പനായിരുന്നു, അനുസരണമുള്ള അപ്പൻ. അപ്പൻ അനുസരിക്കാത്ത ദൈവിക നിയമങ്ങൾ മക്കളെ പഠിപ്പിക്കാൻ കഴിയുകയില്ലല്ലോ. അപ്പൻ വിശ്വാസമർപ്പിക്കാത്ത ദൈവത്തിൽ കുഞ്ഞുങ്ങൾക്ക് അഭയം തേടാൻ തോന്നില്ലല്ലോ. യൗസേപ്പിന്റെ വിശ്വാസം ലഭിക്കാൻ പ്രാർത്ഥിക്കാം. പ്രാർത്ഥന. യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കണമെങ്കിൽ ദൈവത്തെയും തിരുസഭയെയും അനുസരിക്കണമെന്ന സത്യം വളർത്തിയെടുക്കുവാൻ വിശുദ്ധ യൗസേപ്പേ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ആത്മശരീരങ്ങളെ യൗസേപ്പിതാവിന് കാഴ്ചവെച്ചേൽപ്പിക്കുന്ന ജപം. എത്രയും മഹത്വമുള്ള ഞങ്ങളുടെ മധ്യസ്ഥനായിരിക്കുന്ന മാർ യൗസേപ്പിതാവേ, അങ്ങേ പരിശുദ്ധതയെയും പരലോകത്തിൽ അനുഭവിക്കുന്ന മഹത്വത്തെയും ചിന്തിച്ച് ഞങ്ങൾ ആശ്ചര്യപ്പെടുന്നു. ആകയാൽ ഞങ്ങൾ അങ്ങേ വന്ദിച്ച് ഞങ്ങളെ അങ്ങേക്ക് സ്വന്തം അടിമകളായി കാഴ്ചവെച്ച് ഞങ്ങളുടെ ശരീരത്തിലും ആത്മാവിലും ഉള്ളതൊക്കെയും അങ്ങേ ഏൽപ്പിച്ചുകൊള്ളുന്നു. ഞങ്ങളുടെ ശരീരത്തെയും അതിൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെയും കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ ആത്മാവിനെയും അതിൻ്റെ ശക്തിയെയും കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ ആന്തരികവും ബാഹ്യവുമായ
ഇന്ദ്രിയങ്ങളും ദൈവ തിരുമനസ്സോട് ഒന്നിച്ചിരിക്കുവാൻ വേണ്ട അനുഗ്രഹം നൽകണമേ. അങ്ങേ തിരുനാൾ ആചരിക്കുന്ന ഇന്ന് ഞങ്ങളുടെ പ്രധാന മധ്യസ്ഥനായിട്ടും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ആളായിട്ടും അങ്ങയെ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നു. ഇനിമേൽ അങ്ങയെ പ്രതി ഒരു സൽകൃത്യമെങ്കിലും ചെയ്യാത്ത ദിവസം ഉണ്ടായിരിക്കുകയില്ല. എല്ലായ്പ്പോഴും പ്രത്യേകം ഞങ്ങളുടെ മരണനേരത്തിലും ഞങ്ങളെ കാത്തുരക്ഷിച്ച് അങ്ങയോടുകൂടെ അങ്ങേ തിരുപുത്രനെയും മണവാട്ടിയെയും കണ്ട് സ്തുതിച്ചു വാഴ്ത്തുവാൻ മനോഗുണം തരുവിക്കണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. വിശുദ്ധ ഔസേപ്പിതാവിനോടുള്ള പ്രാർത്ഥന. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഏറ്റവും പരിശുദ്ധ ഭർത്താവായ ഔസേപ്പിതാവേ, അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരാളെ പോലും ഉപേക്ഷിച്ചതായി കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. അങ്ങയുടെ ശക്തിയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങേ സന്നിധിയിൽ ഓടിയണഞ്ഞ് അങ്ങേ സംരക്ഷണം യാചിക്കുന്നു. ഓ രക്ഷകന്റെ വളർത്തുപിതാവേ, എൻ്റെ എളിയ അപേക്ഷ ഉപേക്ഷിക്കാതെ അങ്ങയുടെ മാധ്യസ്ഥ ശക്തിയിൽ ദയാപൂർവം കേട്ട് ഉത്തരമരുളണമേ. ആമേൻ. ദൈവിക പുണ്യങ്ങൾക്കായുള്ള പ്രാർത്ഥന. ഈശോ, മറിയം, യൗസേപ്പേ, എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈശോ, മറിയം, യൗസേപ്പേ, എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈശോ, മറിയം, യൗസേപ്പേ, എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു. മഹത്വവാനായ മാർ യൗസേപ്പേ, വിശ്വാസം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരേണമേ. ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരേണമേ. ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരേണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ. മഹത്വവാനായ മാർ യൗസേപ്പേ, ദൈവശരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരയണമേ. ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരയണമേ. ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരയണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ.
മഹത്വവാനായ മാർ യൗസേപ്പേ, ദൈവസ്നേഹം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരയണമേ. ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരയണമേ. ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരയണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ. വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ ലുത്തിനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകരക്ഷകനായ ക്രിസ്തുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ വിശിഷ്ട സന്താനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഗോത്രപിതാക്കളുടെ പ്രകാശമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവജനനിയുടെ ഭർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാരാ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവകുമാരന്റെ വളർത്തുപിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുക്കുടുംബത്തിന്റെ നാഥനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും നീതിമാനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവിരക്തനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവിവേകിയായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാധീരനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്തം അനുസരണയുള്ള വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവിശ്വസ്തനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്ഷമയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിത, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തൊഴിലാളികളുടെ മാതൃകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബജീവിതത്തിൻ്റെ അലങ്കാരമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകകളുടെ സംരക്ഷക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ ആധാരമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർഭാഗ്യരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആശ്രയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മരണാവസ്ഥയിലിരിക്കുന്നവരുടെ മധ്യസ്ഥ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിശാചുക്കളുടെ പരിഭ്രമമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുസഭയുടെ പാലക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ കുഞ്ഞാടെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ കുഞ്ഞാടെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിൻ്റെ അധികാരിയായി നിയമിച്ചു, തൻ്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി. നമുക്ക് പ്രാർത്ഥിക്കാം. അത്യന്തം നിർമ്മലയായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ വിശുദ്ധ യൗസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ, ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പിതാവിന്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങൾക്കും
ഞങ്ങൾക്ക് നൽകണമേ എന്ന് അപേക്ഷിക്കുന്നു. ആമേൻ.